തൃശൂരിൽ പോരാട്ടം കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലെന്ന ടി.എൻ. പ്രതാപൻ എം.പിയുടെ വാദം തള്ളി തൃശൂർ ഡി.സി.സി പ്രസിഡന്റ്. പോരാട്ടം സി.പി.ഐ.എമ്മുമായാണെന്ന് ജോസ് വള്ളൂർ പറഞ്ഞു. കേരളത്തിൽ സി.പി.ഐ.എമ്മിനെതിരെ മത്സരിച്ച് കോൺഗ്രസ് 20 സീറ്റും നേടും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപുള്ള ചുവരെഴുത്ത് പ്രവർത്തകരുടെ ആവേശം മൂലമാണെന്നും തൃശൂരിൽ സി.പി.ഐ.എം ബി.ജെ.പി അവിഹിത കൂട്ടുകെട്ടെന്നും ജോസ് വള്ളൂർ പറഞ്ഞു. കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം. ആ പോരാട്ടം കേരളത്തിലെത്തുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടാണ് ഇവിടെ മത്സരം നടക്കുന്നത്. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തേക്കാൾ 20 സീറ്റ് നേടാവുന്ന രാഷ്ട്രീയ സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. ഇതെല്ലാം മറച്ചു വയ്ക്കാൻ വേണ്ടി വീണ്ടും ഇതുപോലെയുള്ള അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് അവർ പ്രചരിപ്പിക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന അമിതമായ ആഗ്രഹം, ആ ആഗ്രഹത്തിൻ്റെ അടയാളങ്ങളാണ് സാധാരണ പാർട്ടി പ്രവർത്തകന്മാർ താഴെ തലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പുവരുത്താൻ ആവശ്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി ആവേശഭരിതരായ പ്രവർത്തകന്മാർ സ്ഥാനാർത്ഥിയുടെ പേര് വെച്ച് ചുമരെഴുത്തി എന്ന് പറഞ്ഞാൽ അത് താഴെ തട്ടിൽ കോൺഗ്രസിന് UDF-ന് അനുകൂലമായ ഒരു തരംഗമുണ്ടതിൻ്റെ തെളിവാണ്. സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. സൂരജ്, പ്രധാനമന്ത്രിയെ തൃശൂരിൽ മത്സരിക്കാൻ വെല്ലുവിളിക്കുന്നു. തൊട്ടുപിന്നാലെ ടി.എൻ. പ്രതാപന് വേണ്ടി ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെടുന്നു. നേതൃത്വം ഇടപെട്ടിട്ടും വിലക്കിയിട്ടും വീണ്ടും ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം. ബി.ജെ.പിയാണ് പ്രധാനപ്പെട്ട എതിരാളിയെന്ന് ടി.എൻ. പ്രതാപൻ പറയുന്നു. ഇതൊക്കെ തിരുത്തേണ്ടി വരുന്ന ഒരു അവസ്ഥ ഡി.സി.സി അധ്യക്ഷൻ ഉണ്ടാകുന്നു. തൃശൂരിൽ കോൺഗ്രസിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ടി.എൻ. പ്രതാപൻ ആവർത്തിച്ചു പറഞ്ഞിരുന്നത് തൃശൂരിൽ ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലാണ് മത്സരം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇത് തിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഡി.സി.സി അധ്യക്ഷൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കേരളത്തിൽ 20 മണ്ഡലങ്ങളിലും മത്സരം നടക്കുന്നത് LDF-ഉം UDF-ഉമാണ്. ഇന്ത്യയുടെ സാഹചര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ദേശീയ തലത്തിൽ അത് മത്സരം ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലാണ്. പക്ഷേ സംസ്ഥാന തലത്തിലേക്ക് എത്തുമ്പോൾ അത് LDF-ഉം UDF-ഉം തന്നെയാണ് എന്ന് ഈ ടി.എൻ. പ്രതാപനെ തിരുത്തിക്കൊണ്ട് ഡി.സി.സി പ്രസിഡന്റ് പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ KPCC നേതൃത്വം അടക്കം വിലക്കിയിട്ടും തുടരെ ടി.എൻ. പ്രതാപനായി ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ടി.എൻ. പ്രതാപനും പരസ്യമായി തന്നെ ഈ ചുവരെഴുത്ത് വേണ്ടതില്ല എന്ന് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഈ ചുവരെഴുത്തുകൾ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് അത് DCCയെ തന്നെ വെട്ടിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പരസ്യമായി തന്നെ അതിൽ പ്രതികരിക്കുകയുമുണ്ടായി. ഇനിയും ചുവരെഴുത്തുമായി മുന്നോട്ട് പോയാൽ നടപടി എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ ചുവരെഴുത്തുകൾ അത് ബോധപൂർവം നേതൃത്വത്തിന്റെ അറിവോടെയല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ DCC അധ്യക്ഷൻ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രവർത്തകർ സ്വമേധയാ എഴുതുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ തൃശൂരിൽ ബി.ജെ.പിയെ സഹായിക്കുന്ന നിലപാടാണ് ടി.എൻ. പ്രതാപൻ എടുക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണം ഇന്നലെ CPM ഉന്നയിച്ചിരുന്നു. അതിനും ഇന്ന് DCC അധ്യക്ഷൻ മറുപടി നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ കുടകര കുഴൽപ്പണ കേസ് അടക്കം തേച്ചു മായ്ച്ചു കളഞ്ഞതിന് പിന്നിൽ അത് CPM BJP ബന്ധമാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് അതിനും അദ്ദേഹം ഇന്ന് മറുപടി നൽകിയിരിക്കുന്നത്. ഗോപികൃഷ്ണൻ. സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.